നമ്മൾ ഇന്ന് സ്റ്റിച്ച് ചെയ്യാൻ പോകുന്നത് ഇതുപോലത്തെ ഒരു ബട്ടർഫ്ലൈ ആണ്. അതിൽ ഉപയോഗിക്കുന്നത് നമ്മൾ 2 കളറ് ഇത് സിൽക്ക് ത്രെഡ് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. അത് കൂടാതെ തന്നെ പേൾസും ഇതുപോലത്തെ ഫ്ലവർ ഷേപ്പിലുള്ള മെറ്റീരിയൽസും നമ്മൾ ഉപയോഗിക്കുന്നുണ്ട്. സോ ഇതെങ്ങനെ സ്റ്റിച്ച് ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പം നമ്മൾ ഒരു ബട്ടർഫ്ലൈൻ്റെ പകുതി ഞാൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഫ്രണ്ടിൽ നമ്മളൊരു ബീഡ് കൊടുത്തിട്ടുണ്ട്, അതിൻ്റെ കൂടെ ചെയിൻ സ്റ്റിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ ബട്ടൺ ഹോൾ സ്റ്റിച്ചാണ് ഈ നടുക്കെല്ലാം കൊടുത്തേക്കുന്നത്. പിന്നെ ഇതുപോലത്തെ ഫ്ലവർ വെച്ച് ഈ ചിറക് ഫുള്ള് ഫില്ല് ചെയ്യാം. അപ്പം നമ്മൾക്ക് ഒരു ഭാഗം ഞാനിപ്പോൾ കാണിക്കാം. ആദ്യം നമ്മൾ നടുക്കുന്ന സ്റ്റിച്ച് എടുത്തിട്ട് അതിൻ്റെ എൻഡിൽ പോയിട്ട് ബട്ടൺ ഹോൾ സ്റ്റിച്ച് എങ്ങനെ കൊടുക്കുന്നത് അതുപോലെ തന്നെ നമുക്കിവിടെ സ്റ്റിച്ചിട്ട് പോകാം. ഇങ്ങനെ തന്നെ സ്റ്റിച്ചിട്ട് പോവുക. അപ്പം നമുക്ക് ഈ നടുക്കൊരു റൗണ്ട് ഷേപ്പ് കിട്ടണം. ഇത് റാ പോലെ സ്റ്റിച്ച് വരണം. അപ്പം അങ്ങനെയാണെങ്കിൽ നമുക്ക് മധ്യത്തിൽ വേറെ ഒരു ഗോൾഡൻ കളർ കൊടുക്കാനുണ്ട്. അപ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി ഒരു സ്പേസിനാണ് നമ്മൾ ചെയ്യുന്നത്. എങ്ങനെ വെച്ചാൽ ആദ്യം ഇവിടെ കുത്തുക, നേരെ റിവേഴ്സ് ബാക്കിലേക്ക്. അപ്പം നമ്മളുടെ ഇവിടെ കണ്ടോ, ഈ ബ്ലൂ കളറിലെ ഷെയ്ഡ് വെച്ചിട്ട് ചെയ്തേക്കുന്നതെല്ലാം നമ്മുടെ ഫിനിഷ് ആയിട്ടുണ്ട്. ഇങ്ങനെ ഇവിടെ ഒരു വട്ടം കണ്ടോ. അപ്പോൾ ആ വട്ടത്തിലേക്ക് നമ്മൾ ഈ ഗോൾഡൻ കളർ ത്രെഡ് കണ്ട് എൻഡ് ചെയ്യുന്ന ഇവിടുന്ന് നമ്മൾ ചെറുതായിട്ട് എടുക്കുക. അതായത് ഒരു ഷെയ്ഡ് കൊടുക്കുക നമ്മൾ. പിന്നെ മധ്യേ നമ്മൾ ചെറിയ ഷെയ്ഡ് കൊടുക്കുക, ഗോൾഡൻ ഷെയ്ഡ്. അങ്ങനെ നമ്മൾ ഈ ഒരു ഭാഗം ഫുള്ളായിട്ട് ഫില്ല് ചെയ്യണം. അപ്പോൾ നമുക്ക് എൻഡ് ചെയ്യുന്ന ഈ ത്രെഡ് എടുക്കാം. ഞാനിവിടെ ഗോൾഡൻ കളർ ത്രെഡ് തന്നെയാണ് എടുക്കുന്നത്. അപ്പോൾ എൻഡ് ചെയ്യുന്ന എടുത്ത് ഈ സൈഡിൽ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അതിൻ്റെ അടുത്ത് തന്നെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുത്തിട്ട് നേരെ ഈ ത്രെഡ് മേളിൽ പോവുക. അവിടെ ഒരു ലോക്ക് സ്റ്റിച്ച് കൊടുക്കുക. അങ്ങനെ ഇതിൻ്റെ ഈ ഒരു സ്ട്രക്ചർ ഫുള്ളായിട്ട് നമുക്ക് ഫില്ല് ചെയ്യാം. അപ്പോൾ നമ്മൾ ഇവിടെ ഫില്ല് ചെയ്ത പോലെ തന്നെ ഇവിടെയും ഫില്ല് ചെയ്യുക. അത് കഴിഞ്ഞിട്ട് നമ്മൾ ഇതുപോലത്തെ ഫ്ലവർ കൊടുക്കുക. ആദ്യം ഫസ്റ്റ് നമ്മൾ ഇതുപോലത്തെ ഒരു ഫ്ലവർ എടുക്കുക കേട്ടോ. ഫ്ലവർ ഷേപ്പിലുള്ള സീക്വൻസ് എടുക്കുക. തിരിഞ്ഞ് എടുത്തതിന് ശേഷം ഇതുപോലത്തെ നമുക്ക് ബീഡ്സുകൾ കിട്ടും, വൈറ്റ് കളർ, ക്രീം കളർ. അപ്പോൾ ഇതിലെ വൈറ്റ് കളർ ബീഡ്സ് നമ്മൾ ഇതിനകത്തിലേക്ക് എടുക്കാം. എടുത്തതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് അടിയിൽ കൊണ്ടുപോയിട്ട് ഇതിനെ ഇവിടെ ലോക്ക് ചെയ്യണം. അതിന് ശേഷം നമുക്ക് ഈ ത്രെഡ് ഉണ്ടല്ലോ, ഒരു ലോക്ക് കൂടെ വേണമെങ്കിൽ നമുക്ക് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ ത്രെഡ് ഈ ബോളിലേക്ക് ഇറക്കി കൊടുക്കാം. ഈ വൈറ്റ് കളർ ബോളിലേക്ക് നമുക്ക് ഈ ത്രെഡിനെ പതുക്കെ ഇടാം. അപ്പോൾ ഇവിടെ ലോക്കായി. അങ്ങനെ ഇതുപോലെ ഫില്ല് ചെയ്യുക. നമ്മളുടെ ബട്ടർഫ്ലൈൻ്റെ വർക്കൊക്കെ ഇവിടെ ഫിനിഷ് ആയിട്ടുണ്ട്. സോ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ് മൈ വീഡിയോ. പ്ലീസ് ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് മൈ യൂട്യൂബ്. God bless you all.